വചനമൊഴി. നോമ്പുകാലം 1-ാം ഞായർ. വചനഭാഗം പുറപ്പാട് 24:12-18, പ്രഭാഷകൻ 2:1-11, ഹെബ്രായർ 2:10-18, ലൂക്കാട് സുവിശേഷം 4:1-13. ഈശോയുടെ മാമോദീസ അനുസ്മരിച്ച് ദനഹ തിരുനാളും ദനഹ കാലവും കൊണ്ടാടിയ തിരുസഭ നോമ്പാചരണ കാലത്തിലേക്ക് പ്രവേശിക്കുകയാണ്. വലിയ നോമ്പിലെ നമ്മുടെ ചിന്തകൾ ആരംഭിക്കുന്നത് മരുഭൂമിയിലെ ഈശോയുടെ പ്രലോഭനത്തെ ധ്യാനിച്ചുകൊണ്ടാണ്. മാമോദീസ സ്വീകരിച്ച ഈശോ പരിശുദ്ധാരൂപിയാൽ നയിക്കപ്പെടുന്നത് മരുഭൂമിയിലേക്കാണ്. മരുഭൂമി നിശബ്ദതയുടെ പര്യായമാണ്. ദൈവാനുഭവത്തിന്റെ, ദൈവദർശനത്തിന്റെ, വെളിപാടിന്റെ മണ്ഡലമായ അത് തപസ്സിന്റെയും കാത്തിരിപ്പിന്റെയും പ്രാർത്ഥനയുടെയും പ്രലോഭനത്തിന്റെയും മേഖല കൂടിയാണ്. അത് ദൈവസ്നേഹത്തിന്റെ ആഴം വെളിപ്പെടുത്തിക്കൊണ്ട് വിജയത്തിന്റെ മേഖലയായിത്തീരുന്നു. ദൈവദൂതന്മാർ വന്ന് അവനെ ശുശ്രൂഷിച്ചു എന്ന് നാം ഇവിടെ വായിക്കുന്നു. നോമ്പുകാലം ആചരിച്ച് ഉത്ഥാനത്തിന്റെ തിരുനാൾ നാം ആഘോഷിക്കുമ്പോൾ ഈ വിജയത്തിന്റെ ആഘോഷമാണ് നാം കൊണ്ടാടുന്നത്. നോമ്പുകാലത്തിന്റെ ആദ്യ ഞായറാഴ്ചയിൽ നാം പ്രവേശിക്കുമ്പോൾ പരിവർത്തനത്തിന്റെയും ആത്മീയ നവീകരണത്തിന്റെയും ഒരു വിശുദ്ധ യാത്രയിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. ഈ ഞായറാഴ്ചത്തെ ദൈവവചന ഭാഗങ്ങൾ പ്രധാനമായും ദൈവസന്നിധിയിൽ കയറുക, ജ്ഞാനം അന്വേഷിക്കുക, പരീക്ഷണങ്ങളെ ജയിക്കുക, നമ്മുടെ ദുർബലതകളിൽ നമ്മെ സഹായിക്കുന്ന രക്ഷകനിൽ ആശ്രയിക്കുക എന്നീ ചിന്തകൾ പങ്കുവെക്കുന്നവയാണ്. നോമ്പുകാലം എന്നത് ദൈവസന്നിധിയിലേക്ക് ഉയരുന്ന ഒരു ആത്മീയ ആരോഹണമാണ്. ദൈവത്തോട് കൂടുതൽ അടുക്കുവാൻ, ലോകചിന്തകളിൽ നിന്ന് മാറി നിൽക്കാൻ നോമ്പുകാലം നമ്മെ വിളിക്കുന്നു. മോശ മലമുകളിൽ ദൈവസാന്നിധ്യത്തിലേക്ക് കയറിയതുപോലെ, ഈശോ മരുഭൂമിയിൽ ഉപവാസവും പ്രാർത്ഥനയുമായി കഴിഞ്ഞതുപോലെ, പ്രത്യേകമായ വിധത്തിൽ പ്രാർത്ഥനയിലും ദൈവാനുഭവത്തിലുമായിരിക്കാനുള്ള അവസരമാണ് നോമ്പുകാലം. 50 നോമ്പ് ഈശോ മിശിഹായുടെ സഹനത്തിനും പീഡകൾക്കും പിന്നാലെ സഭാസമൂഹം സഞ്ചരിക്കുന്ന സമയമാണ്. പാപമില്ലാത്ത മിശിഹ ലോകത്തിന്റെ വിശുദ്ധീകരണത്തിനായി സ്വയം സമർപ്പിച്ചു. പാപികളും ബലഹീനരുമായ നമ്മൾ നമ്മുടെയും മറ്റുള്ളവരുടെയും വിശുദ്ധീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി മിശിഹായുടെ ത്യാഗത്തിന്റെ വഴികളോട് ചേർക്കപ്പെടുന്ന അവസരമാണ് 50 നോമ്പ്. 50 നോമ്പിന്റെ ചൈതന്യം പരിഹാരവും പരിത്യാഗവുമാണ്. അത് ഉത്തമ ക്രൈസ്തവ ജീവിതത്തിന്റെ ഭാഗമാണ്. പുറപ്പാട് പുസ്തകത്തിൽ നിന്നുമുള്ള 1-ാമത്തെ പ്രഘോഷണത്തിൽ ശ്രവിക്കുന്നത് കൽപ്പനകൾ സ്വീകരിക്കുന്നതിന് മുൻപ് 40 ദിനരാത്രങ്ങൾ ഉപവാസവും പ്രാർത്ഥനയുമായി മൂസ സീനായ് മലമുകളിൽ കഴിയുന്നതാണ്. 2-ാമത്തെ പ്രഘോഷണം പ്രഭാഷകന്റെ പുസ്തകത്തിൽ നിന്നുമുള്ളതാണ്. ജ്ഞാനം ഒരു നിധി പോലെ അന്വേഷിക്കണമെന്ന് വചനം പഠിപ്പിക്കുന്നു. ദൈവവചനം ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവർ ദുഷ്ടവഴികളിൽ നിന്നും സംരക്ഷിക്കപ്പെടുന്നു. നോമ്പുകാലം ദൈവവചനത്തിലൂടെ നമ്മുടെ മനസ്സും ഹൃദയവും പുതുക്കുന്ന കാലമാണ്. പരിശുദ്ധാരൂപിയാൽ മരുഭൂമിയിലേക്ക് നയിക്കപ്പെട്ട ഈശോ പിശാചിന്റെ പരീക്ഷണങ്ങളെ ദൈവവചനത്താൽ ജയിച്ചു. പരീക്ഷണം പാപത്തിലേക്കല്ല, വിശ്വാസത്തിലേക്കാണ് നമ്മെ നയിക്കേണ്ടത്. നോമ്പ് നമ്മുടെ ആഗ്രഹങ്ങളെ നിയന്ത്രിച്ച് ദൈവത്തിൽ ആശ്രയിക്കുവാൻ പഠിപ്പിക്കുന്നു. പ്രലോഭനങ്ങളെയും പീഡനങ്ങളെയും അതിജീവിക്കുവാൻ ഈശോയ്ക്ക് സാധിച്ചത് ഉപവാസവും പ്രാർത്ഥനയും വഴി അരൂപിയാൽ നിറഞ്ഞതുകൊണ്ടാണെന്ന് സുവിശേഷം സാക്ഷ്യപ്പെടുത്തുന്നു. പ്രലോഭനങ്ങളെ പരാജയപ്പെടുത്തി സ്വജീവിതം പിതാവിന് സമർപ്പിക്കുന്ന ഈശോയാണ് നോമ്പുകാലത്തെ നമ്മുടെ മാതൃക. പ്രഭാഷകന്റെ പുസ്തകത്തിൽ പറയുന്നത് ദൈവത്തിനു വേണ്ടി ജോലി ചെയ്യാൻ തയ്യാറാവുകയെന്നാൽ പ്രലോഭനങ്ങളെ നേരിടുവാൻ ഒരുങ്ങുക എന്നാണ്. ദൈവരാജ്യ പ്രഘോഷണത്തിനായി ഇറങ്ങിപ്പുറപ്പെടുന്ന ഈശോനാഥൻ പ്രലോഭനങ്ങൾക്ക് വിധേയനാകുന്നുണ്ടെങ്കിലും അതിനെ അതിജീവിക്കുന്നു. പ്രലോഭകൻ, സാത്താൻ അഥവാ പിശാച്, ഒരു ഭയാനക സത്വമല്ല, ആകർഷിത രൂപമാണ്. ഭൗതിക ആകർഷണങ്ങളാണ്, ആന്തരിക അഭിനിവേശങ്ങളാണ് അവൻ നൽകുന്നത്. സ്വയം സംതൃപ്തിക്ക് വേണ്ടിയും പ്രദർശനത്തിനു വേണ്ടിയും ആധിപത്യത്തിനു വേണ്ടിയും പ്രലോഭനങ്ങൾ നിരന്തരം ഉണ്ടാകും. അവയുടെ പരിത്യജിക്കലാണ് തിന്മയുടെ മേലുള്ള വിജയം. ഈശോ മിശിഹ പ്രലോഭനങ്ങളെ നേരിട്ടത് മനുഷ്യന് മാതൃയാകാൻ വേണ്ടിയായിരുന്നു. യഥാർത്ഥത്തിൽ പ്രലോഭകൻ വന്നു നിൽക്കുന്നത് മനുഷ്യ സ്വാതന്ത്ര്യത്തിനു മുന്നിലാണ്.
സ്വതന്ത്ര മനുഷ്യന്റെ മുൻപിൽ നന്മയും തിന്മയും നിൽക്കുന്നു. നന്മയിലേക്ക് തിരിയേണ്ടവനെ തിന്മയിലേക്ക് വരുവാൻ പ്രലോഭകൻ ക്ഷണിക്കുന്നു. മനുഷ്യന് തന്റെ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് എന്തും തിരഞ്ഞെടുക്കാം. ഈശോ കാണിച്ചു തരുന്നത് തിന്മയെ പരാജയപ്പെടുത്തി നന്മയെ മുറുകെ പിടിക്കാനാണ്. ഈശോ തനിക്ക് നേരിട്ട പ്രലോഭനങ്ങളെ അഭിമുഖീകരിച്ചത് വചനം കൊണ്ടായിരുന്നു. അതിനായി ഒരുങ്ങിയതാകട്ടെ ഉപവാസവും പ്രാർത്ഥനയും കൊണ്ടും. ഈശോ മിശിഹ പരീക്ഷണ വിധേയനാകുന്നതിനു മുൻപ് ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കുമായി 40 ദിവസം നീക്കിവെച്ചുവെന്ന് സുവിശേഷകൻ രേഖപ്പെടുത്തുന്നുണ്ട്. ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും ശേഷം ആത്മാവിനാൽ നിറഞ്ഞ് ജീവിച്ച ഈശോയ്ക്ക് പ്രലോഭനങ്ങളെ പരാജയപ്പെടുത്തുവാൻ സാധിച്ചു. ദൈവവചനാനുസൃതമായ ജീവിതം മനുഷ്യനെ തിന്മയുടെ മേൽ വിജയം നേടുന്നതിന് സഹായിക്കും. ദൈവവചനാനുസൃതമായ ജീവിതത്തിന്റെ ഭാഗമാണ് ഉപവാസവും പ്രാർത്ഥനയും. ജീവിതത്തിന്റെ മരുഭൂമി അനുഭവങ്ങളിൽ പിശാച് കടന്നുവരും. അവന്റെ പ്രലോഭനങ്ങൾക്ക് കുറവുണ്ടാവുകയില്ല. മരുഭൂമി അനുഭവങ്ങളിൽ ദൈവവചനത്തിന്റെ സ്വരം ശ്രവിക്കാനും വചനത്തിന്റെ ശക്തിയാൽ തിന്മയെ കീഴ്പ്പെടുത്താനുമുള്ള സന്ദേശമാണ്. ഭൂമിശാസ്ത്രപരമായി യൂദയ മരുഭൂമിയാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നതെങ്കിലും മരുഭൂമിയിൽ വെച്ച് ഇസ്രായേൽ ജനം പരീക്ഷിക്കപ്പെടുന്നുവെന്ന ചിന്തയിലേക്കും ഈ വചനം നയിക്കുന്നുണ്ട്. മരുഭൂമി എന്ന അർത്ഥം വരുന്ന ക്രേമോസ് എന്ന ഗ്രീക്ക് പദം സൂചിപ്പിക്കുന്നത് വാസയോഗ്യമല്ലാത്ത അപകടങ്ങളും പരുക്കൻ യാഥാർത്ഥ്യങ്ങളും നിറഞ്ഞ വിജന ഊഷര ഭൂമി എന്നാണ്. ദൈവവുമായി നടത്തിയ ഉടമ്പടിയോട് ഇസ്രായേൽ ജനത എപ്രകാരം വിശ്വസ്തത കാണിച്ചു എന്നതിനോട് ബന്ധപ്പെടുത്തിയാണ് പരീക്ഷ എന്ന പദം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ നടക്കുന്ന പരീക്ഷയിൽ ദൈവപുത്രനായ ഈശോ വിശ്വസ്തത കാണിക്കുന്നുവെന്ന് വചനം സൂചിപ്പിക്കുന്നു. ദിയാബോളോസ് എന്ന ഗ്രീക്ക് പദത്തിന്റെ സാധാരണ അർത്ഥം പിശാച് എന്നാണ്. ഇവിടെ ഈ പദം അർത്ഥമാക്കുന്നത് പ്രലോഭകൻ എന്നാണ്. 40 രാവും 40 പകലും ഇസ്രായേൽ ജനത്തിന്റെ 40 വർഷത്തെ മരുഭൂമിവാസവും അതിനിടയിലുണ്ടായ പരീക്ഷണങ്ങളെയും ധരിപ്പിക്കുന്നു. നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകളോട് അപ്പമാക്കാൻ പറയുക എന്ന പ്രലോഭകന്റെ വാക്കുകളോടുള്ള ഈശോയുടെ പ്രതികരണം നിയമാവർത്തനം 8:3 അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ്. ദൈവത്തിന്റെ അധരങ്ങളിൽ നിന്ന് വരുന്ന വാക്കുകൊണ്ട്, അതായത് ദൈവവചനം കൊണ്ടാണ് മനുഷ്യൻ ജീവിക്കുന്നത് എന്ന്. ദൈവവചനമാണ് യഥാർത്ഥ ഭക്ഷണമെന്ന് ഇത് സൂചിപ്പിക്കുന്നു. പ്രലോഭകനെ താണുവീണ് വണങ്ങാമെങ്കിൽ ലോകവും അതിന്റെ സമസ്തവും ഈശോയ്ക്ക് നൽകാമെന്നാണ് പ്രലോഭകന്റെ രണ്ടാമത്തെ പരീക്ഷണം. നിയമാവർത്തനം 6:13 അടിസ്ഥാനമാക്കി നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണമെന്നാണ് ഈ പ്രലോഭനത്തിന് ഈശോ നൽകുന്ന മറുപടി. വിശുദ്ധ നഗരത്തിലേക്ക് ഈശോയെ കൂട്ടിക്കൊണ്ടുപോകുന്ന പ്രലോഭകന്റെ മൂന്നാമത്തെ പരീക്ഷണം. വിശുദ്ധ നഗരത്തിലേക്ക് ഈശോയെ കൂട്ടിക്കൊണ്ടുപോകുന്ന പ്രലോഭകന്റെ മൂന്നാമത്തെ പരീക്ഷണം ദൈവാലയ അഗ്രഹത്തു നിന്ന് താഴേക്ക് ചാടുക എന്നതായിരുന്നു. ഈ പരീക്ഷണത്തിന് ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്ന ഈശോയുടെ മറുപടി നിയമാവർത്തനം 6:16 ധരിപ്പിക്കുന്നു. പ്രലോഭകന്റെ ചോദ്യങ്ങൾക്കുള്ള ഈശോയുടെ 3 മറുപടികളിലും സൂചിപ്പിക്കുന്നത് ഈശോയുടെ ദൗത്യം പ്രലോഭന ശക്തികളെ പരാജയപ്പെടുത്തുകയാണെന്നും ഈശോ ദൈവപുത്രനാണെന്ന യാഥാർത്ഥ്യം വ്യക്തമാക്കുക എന്നതുമാണ്. എല്ലാ അർത്ഥത്തിലും മനുഷ്യനെ പോലെ പരീക്ഷിക്കപ്പെടുന്നുവെങ്കിലും ഈശോയിൽ പാപത്തിന്റെ കളങ്കമില്ലെന്ന് ഇത് വ്യക്തമാക്കുന്നു. ഈശോ നമ്മെ രക്ഷിക്കാൻ നമ്മെപ്പോലെ കഷ്ടമനുഭവിച്ചു. അവൻ നമ്മെ സഹോദരന്മാരെന്ന് വിളിക്കുന്നു. പരീക്ഷിക്കപ്പെട്ടവനായതിനാൽ പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിക്കാൻ അവിടുത്തേക്ക് സാധിക്കുന്നു എന്ന് ഹെബ്രായക്കാർക്ക് എഴുതപ്പെട്ട ലേഖനത്തിൽ നിന്ന് നാം ശ്രവിക്കുന്നു. അതിനാൽ നോമ്പുകാലം ഭയത്തിന്റെ കാലമല്ല, കരുണയുടെയും പ്രത്യാശയുടെയും കാലമാണ്. നോമ്പും ഉപവാസവും കൊണ്ട് ആത്മനിയന്ത്രണം നേടി കരുണയും പ്രത്യാശയും ഉള്ളവരായി മാറുവാൻ ഈ നോമ്പുകാലം നമ്മെ ക്ഷണിക്കുന്നു. തിന്മയുടെ മേൽ വിജയം നേടി പ്രത്യാശയോടുകൂടി ജീവിക്കുവാൻ ഈ നോമ്പുകാലം നമ്മോട് ആഹ്വാനം ചെയ്യുന്നു. നോമ്പിന്റെ ചൈതന്യം ജീവിച്ച് പ്രത്യാശയിൽ വളരുന്നതിന് നമുക്ക് പരിശ്രമിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.